ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. മുൻ MLA കൂടിയായ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വീണ്ടെടുക്കലിനെ അത് ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് പത്മകുമാറിന്റെയും അതോടൊപ്പം മുരാരി ബാബുവിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ആ ഹർജി തള്ളിയ ഉത്തരവാണ് അതിൽ ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കൂടി ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രതികളെല്ലാവരും ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചു. അതുകൊണ്ട് ഈ പ്രതികൾക്ക് നിലവിൽ ജാമ്യം നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം മറ്റൊന്നുള്ളത്, നിലവിലെ പ്രതികളെ കൂടാതെ മറ്റു പ്രതികൾ ഈ കേസിൽ ഉണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കണം. അതായത് നിലവിൽ ഒരു കേസിൽ 16 മറ്റു കേസിൽ 13 പ്രതികളാണുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ കേസിന്റെ ഗൂഢാലോചന നീണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കണം. അതിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി SIT ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഈ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതിന്റെ ഒരു അനിവാര്യതയെ കൂടി കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് ഈ കേസിലെ പ്രതികൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതുകൊണ്ട് ആ തൊണ്ടി മുതൽ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകണം എന്നുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, ഒരു കേസിലെ ഒരു പ്രതി നിലവിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ 3 പ്രതികളുടെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ കാര്യത്തിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ഗോവർദ്ധൻ ശബരിമലയിൽ സംഭാവന നൽകുന്നയാളാണെന്ന് ഗോവർദ്ധൻ കോടതിയിൽ ആവർത്തിച്ചിരുന്നു. 1,40,00,000 രൂപ നൽകിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിൽ ശബരിമലയിൽ ഇത് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ കുറ്റമുക്തനാക്കാനുള്ള സാഹചര്യമൊന്നും കാണുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. മുരാരി ബാബുവിന്റെ പങ്ക് ചെറുതായി കണക്കാക്കാനാവില്ല. 2 കേസിലെ മുഖ്യപ്രതിയാണ് മുരാരി ബാബു. ക്ഷേത്രം സംരക്ഷിക്കേണ്ടയാളാണ്. പക്ഷേ അത്തരത്തിൽ ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് അത് ഗുരുതര സ്വഭാവമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. മുൻ MLA കൂടിയാണ് പത്മകുമാർ. അതുകൊണ്ട് നിലവിൽ പത്മകുമാർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുന്നതിന് പോലും അത് തിരിച്ചടിയാകും തുടങ്ങിയ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഒരു സിനിമയിലെ ഗാനമടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കേസിൽ നിലവിൽ പ്രതികളായി പ്രതിപട്ടികൾ ചേർത്ത ആളുകൾക്ക് പുറമെ മറ്റു പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കാൻ SIT യോട് പറയുകയാണ് കോടതി. അനുജ, അതാണ്